എന്റെ സ്വഭാവം കൊണ്ടാണോ എന്റെ കുടുംബജീവിതം തകരുന്നത്? എന്റെ സ്വഭാവം കൊണ്ടാണോ എന്റെ മക്കൾ കേടുവരുന്നത്? എന്റെ പെരുമാറ്റം കൊണ്ടാണ് എന്റെ ഭാര്യ എന്നിൽ നിന്ന് അകന്നു പോകുന്നത്? എന്റെ പെരുമാറ്റം കൊണ്ടാണ് എന്റെ ഭാര്യയുടെ ഉമ്മ ഇപ്പൊ ഈ വീട്ടിൽ വരാത്തത് എന്നൊക്കെ ആരാ ചിന്തിക്കേണ്ടത്? നമ്മളാ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ല. ശരി, നമ്മുടെ മനസ്സ് നമ്മൾ ഉപദേശിച്ചാൽ നമ്മൾ നന്നാവും. അതിനാദ്യം വേണ്ട എന്താണ്? നമ്മളെ പിടിച്ച മുയലിനെ കൊമ്പ് മൂന്നെന്ന് വാദിക്കാതിരുന്നാ മതി. എനിക്ക് തെറ്റു പറ്റാം, ഞങ്ങൾ തെറ്റുപറ്റുന്നവരാണ്, അങ്ങനെയാണല്ലോ. പുല്ലു ബനി ആദം അഖ്താഊൻ. ആ ഹദീസ് എന്താ പറയുന്നത്? ആദം സന്തതികൾക്കൊക്കെ തെറ്റുപറ്റും. തെറ്റുപറ്റിയായി തിരുത്തുന്നവരാണ് ആര്? യഥാർത്ഥ വിശ്വാസികള്. വലം യുസിറു അലാമാ ഫഅലു വഹും യഅലമൂൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 135-ാമത്തെ വചനമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക. നിങ്ങൾ പിന്നെ ഇവിടെ ഇരിക്കുകയാണ്, കുറെ കസേരയുണ്ട്, ഇവിടെ സ്റ്റേജ് ഉണ്ട്, ഇവിടെ മൈക്ക് ഉണ്ട്, ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്, ആള് വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് കേട്ടോ. നിങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്ന ആയത്ത് അത് കേൾക്കുക, ഹദീസ് അത് കേൾക്കുക, സംഭവം അത് കേൾക്കുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരുപാട് സദസ്സിൽ നമ്മൾ പോകുന്നുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ എടുക്കണില്ലേ നമ്മള്? നബിയെ തൊള്ളോണ്ട് പറഞ്ഞതാ, അല്ലാഹ് പറയുന്ന ഖുർആനിൽ. അതായത് ഒരു പറ്റം ആളുകൾ വന്നിട്ട് പറഞ്ഞു, കാലത്തിൽ അറാബു ആമന്ന കുല്ലൻ തുക്മിനു വലാകിൻ ഖുലു അസ്ലംന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. 49-ാം അധ്യായം 14-ാമത്തെ വചന. അറാബികൾ വന്നിട്ട് പറഞ്ഞു, എന്താണ്, ഞങ്ങൾ മുസ്ലിം മുഅ്മിനുകളായിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഹൃദയത്തിലുള്ള അറിയില്ലല്ലോ. അപ്പൊ അല്ലാഹ് വഹി ഇറക്കാണ്, നബിയെ നുണയാണ്, ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. അപ്പൊ ഈമാൻ കിടക്കേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. നന്നാകേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ പറയുന്നത്? തീർച്ചയായും നിങ്ങളെ പാപക്കറകൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയം കറുത്തുപോയിരിക്കുന്നു. പാപക്കറകൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയം എന്തായിട്ടുണ്ട്? കറുത്തുപോയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കറുത്തുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും റബ്ബിനുമിടയിൽ ഒരു മറയിടപ്പെടും. നിങ്ങൾക്കും റബ്ബിനുമിടയിൽ ഒരു മറയിടപ്പെടും എന്ന് അല്ലാഹു പറയാണ്. അപ്പൊ പാപക്കറകൾ ചെയ്ത് കേടുവന്നു പോകുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കണം. നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൽ എന്തുണ്ട്? പാപക്കറകൾ വരും. അതുകൊണ്ട് ഹൃദയത്തിൽ എടുക്കണം നിങ്ങൾ ഞാൻ പറയുന്ന ഇനിയുള്ള വാചകങ്ങൾ. അതിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. 83-ാം അധ്യായം 14-15 വാചകമാണ് ഉദ്ധരിച്ച്. ഇതെല്ലാം പിന്നീട് നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോൾ ഈ ആയത്തൊക്കെ എഴുതിയെടുത്ത് ഒരുപാട് ഉപകാരപ്പെടും. പെട്ടെന്ന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ നമുക്ക് അവസരം ഉണ്ടാവും. നമുക്ക് കുറെ സമയം എടുത്തിട്ട് വേണം ഇതൊക്കെ ഒന്ന് മനപ്പാടാക്കാനും പഠിക്കാനും ഒക്കെ. നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക. നബി എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുക. എന്നിട്ട് നബി എന്താ പറഞ്ഞേ? ഇതിൽ ഏതെങ്കിലും നോക്കിക്കൊള്ളിന്നാണോ? എന്താണ് നമുക്ക് പറ്റിയ തെറ്റെന്ന് ഞാൻ പറയാം. അത് പഠിച്ചാൽ തന്നെ ഇനി അങ്ങോട്ടെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ വരാനിരിക്കുന്നല്ലോ. ഒരു ഉമ്മ മരിച്ചിട്ട് ഒരു മകൻ പറഞ്ഞു കൂട്ടിയ വാചകങ്ങളെ കുറിച്ചാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു യുക്തിവാദിയായ മകൻ ഉമ്മാനെ പറ്റി പറഞ്ഞ വാചകങ്ങൾ കൊണ്ടാണല്ലോ ഒരു ഉമ്മയെ കുറിച്ച് മകന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലങ്ങളെ കുറിച്ചാണല്ലോ അവന്റെ വാചകങ്ങൾ പോലും. കാമം കലർന്ന വാചകങ്ങളാണല്ലോ ഉമ്മാനെ കുറിച്ച് പോലും ഒരു മകനെ കുറിക്കുന്നത്. അങ്ങനത്തെ ഒരു മകന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ തുടക്കം നന്നാകണം എന്നാണ് ഞാൻ പറയുന്നത്. തുടക്കം നന്നാകാഞ്ഞാലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തുണ്ട് എന്ന് ഈ പരാമർശത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 4 കാര്യങ്ങളാണ്. അതില് മതം നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. എന്നിട്ട് നബി അരക്കെട്ടുറപ്പിക്കാട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകം തട്ടിക്കളയരുത് സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിന്റെ കൈ മണ്ണിൽ പിറലേണ്ടി വന്നാലും ദീനുള്ള ഒരു പെണ്ണിനെ നീ തെരഞ്ഞെടുത്തു. കാരണം ഉമ്മ മദ്രസത്തിനാണ്. നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ ഒരു പാഠശാലയാണ്. നിന്റെ ബീജത്തിൽ ജനിക്കുന്ന മക്കളുടെ പാഠശാലയാകണം. അതിന് എന്ത് വേണം? ചുണ്ടിൽ കട്ടിക്ക് ചായം തേച്ച് ടീഷർട്ട് ഇട്ട ബസ് കയറിയ പെണ്ണില്ലേ, ഓളപ്പോലൊക്കെ എല്ലാം ഉന്തിപ്പിടിച്ച് കയറുന്ന ഒരു മോളാണ് നമ്മുടെ മോളെങ്കിൽ, അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് നമ്മൾ കെട്ടുന്നതെങ്കിൽ ആസുര ജന്മങ്ങൾക്കല്ലാതെ വളർച്ച നൽകുമോ? ആസുര വിത്തുകൾക്കല്ലാതെ ജന്മം നൽകുമോ? നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ മക്കളുടെ വേഷം കണ്ടാൽ അറിയാം ആ വീട്ടിലെ ബാപ്പ വളരെ മോശമാണ്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ വളരെ ഗൗരവം. ആ ബാപ്പ ഒന്നിനും പറ്റാത്തൊരുത്തനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മൗലവി? ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടോ? അങ്ങനെ ചെയ്തോളി.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികളുണ്ടാവുക. നിങ്ങളെ കുട്ടികൾ ഒരുത്തന്റെ ജീവൻ കൊടുക്കും. നിങ്ങളെ മക്കള് സത്യത്തിൽ മുസ്ലിം സമുദായത്തിലാണല്ലോ ഈ ബ്ലോഗർമാരും യൂട്യൂബർമാരും പെണ്ണുങ്ങളും നിരങ്ങുന്നത്. അത് എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, അവിടെ ആണുങ്ങളെ, ആ കുടുംബത്തിൽ തന്നെ ആണുങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ എന്നെ കുമ്പായിട്ടുണ്ടാവും, മക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓനാണെന്ന് പറയാൻ ആ കുടുംബത്തിൽ മൊത്തം ആണുങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കാരണം ആണെന്ന ബോധം ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചിട്ട് കണ്ണ് പൊട്ടിച്ചു കളയുന്നു അങ്ങനത്തെ ചില പെണ്ണുങ്ങളെ. ഇത് വീട്ടുകാർ കൈകാര്യം ചെയ്യുന്ന ആ മോളയൻ. ഇന്നതില്ല. ഇന്ന് മക്കളുടെ മേൽ ബാപ്പാർക്ക് നിയന്ത്രണമില്ല, ഉമ്മാർക്ക് ആർക്കും ആരമേലും ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിയമം ഉണ്ട് താനും. നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചൊക്കെ എന്തിനാ നിയമം? നിയന്ത്രണത്തിനാ. കുടുംബത്തിലോ അത് പറ്റില്ല. ഇത് സ്കൂളിൽ നിയമം ഉണ്ടാവും, വിദ്യാഭ്യാസ മന്ത്രിക്ക് നിയമം ഉണ്ടാവും, മുഖ്യമന്ത്രി നിയമം ഉണ്ടാവും. ഓ നിയമം ലംഘിച്ചിട്ടാന്ന് പറയും. അതേ ആളുകൾ പറയുന്നത് എന്ത് ബാപ്പാന്റെ നിയമം, എന്ത് ഉമ്മാന്റെ. ഏത് വിദ്യാഭ്യാസ മന്ത്രി പറയും നിയമം പാലിക്കാനുള്ളതാണ്. അതേ വിദ്യാഭ്യാസ മന്ത്രി പാഠ്യപദ്ധതിയിലെ ഇതും ബാപ്പാൻ അനുസരിക്കേണ്ടല്ലേ, ഇത് മൈ ബോഡി മൈ ചോയ്സ്, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആരായിരിക്കും? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും. ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ നിയമം പാലിക്കണം, മറുഭാഗത്ത് ബാപ്പാന്റെ നിയമം പാലിക്കണം. ബാപ്പാന്റെ നിയമം പാലിച്ച കാലത്താ ലോകം നന്നായത്. ബാപ്പ വെച്ച നിയമം പാലിച്ച മക്കളാ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നൽകി. നല്ല അച്ഛനമ്മമാരുടെ മക്കളാണ് ലോകത്ത് എന്തെങ്കിലുമൊക്കെ നന്മണ്ടാക്കി. നേരെ മറിച്ച് നിങ്ങൾ വിചാരിക്കണ്ടോ, ഇന്ന് നമ്മളിപ്പോ ഈ ഇരിക്കുന്ന നമ്മളിൽ പോലും, നമ്മുടെ മക്കളിൽ പോലും ഒരു നെഹ്റു, ഒരു ഗാന്ധിജി, ഇതൊക്കെ പേര് പറയുന്നത് നെഹ്റുവും ഗാന്ധിജി ആകാനല്ല. ആ വ്യക്തിത്വങ്ങൾ, അവരുടെ കഴിവ്, അറിവ്, യോഗ്യത ഒക്കെ ഉള്ളൊരു മക്കൾ ഇനി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ടോ? മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ടോ? മൗലാന അബുൽ കലാം. കാരണം അവരുടെ ഉമ്മ അത്രയും ബോൾഡായി. ഞാൻ ഈ പേര് പറഞ്ഞ ആളുകളുടെ ഒക്കെ അമ്മമാരെടുത്തോ, ഗാന്ധിജിന്റെ അമ്മനെ എടുത്തോ. ഗാന്ധിജിക്ക് 9 വയസ്സുള്ളപ്പോ ആ അമ്മ ഒരു ഉപദേശം നൽകി ഗാന്ധിജിക്ക്. ആ ഉപദേശമാണ് ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിനെ വെളുത്ത വർഗക്കാരൻ പിടിച്ചുന്തി 3 മണിക്ക് രാത്രി പീസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഗാന്ധിജി എടുത്ത തീരുമാനം 9ാമത്തെ വയസ്സിൽ ഗാന്ധിജിയെ അമ്മ നിർദ്ദേശിച്ചൊരു ഉപദേശമായിരുന്നു. ഇന്ന് മക്കൾക്ക് ഓർക്കാൻ ഉമ്മമാർക്ക് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത്? മക്കൾ സ്വീകരിക്കുമോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. എന്തായിരുന്നു ആ ഉപദേശം? മോനെ, നീ നിനക്ക് വേണ്ടി ജീവിക്കുമെങ്കിൽ ജീവിതം ഒന്നും അറിയില്ല. മോനെ, അപരന്റെ നന്മകൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുമ്പോഴാണ് മോനെ നീ ജീവിച്ചു എന്ന് പറയാൻ. ഗാന്ധിജി പറയുന്നുണ്ട്, ഈ ഉപദേശം എന്റെ കൽബകത്തെ ഞാൻ രൂപപ്പെടുത്തിയെടുത്തു. എന്റെ അമ്മ പ്രണാമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ 3 മതങ്ങളും സംഗമിക്കുന്ന ഒരു ഭജനം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ആത്മീയ കേന്ദ്രമായിരുന്നു അത്. അതിലായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ. ആ അമ്മ നൽകിയ ഉപദേശമാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ രൂപപ്പെടുത്തിയത് വിധവയായ അദ്ദേഹത്തിന്റെ ഉമ്മ. നേരത്തെ ബാപ്പ മരിച്ചു. എന്നിട്ട് ഗാന്ധിജി പറയുന്നുണ്ട്, ആ ഉമ്മാനെ പോലത്തെ, ഭീമനെ പോലെ ഒരു ഉമ്മയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഇന്നത് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഉമ്മ ടീഷർട്ട് ആട്ടത്, ഉമ്മ ടൈറ്റ് ജീൻസ് ആട്ട്. ഉമ്മാന്റെ ജീൻസ് തുടമല് കീറിയിട്ടുണ്ട്, കാലിന്റെ മുട്ടുമ കീറിയിട്ടുണ്ട്, ബാക്കിൽ കീറിയിട്ടുണ്ട്. അത് ആ കീറലിൽ കൂടിയാണ് മുല വരെ കൊടുക്കുന്നത്. പിന്നെന്ത് ചെയ്യും? ഞാൻ എന്റെ പേഴ്സണൽ ചിന്ത അനുസരിച്ച് ഒറ്റടിക്ക് പടയ്ക്കാൻ പോലും സമയം കിട്ടുന്നത് പല്ലിനെ കൊല്ലുന്ന മാതിരി കൊന്നാളോ ബാപ്പ. പിന്നെ ഈ ജീൻസ് വാങ്ങി കൊടുത്ത മുമ്പരനല്ലേ ആണ്? ഉമ്മാന്റെ ബാപ്പനെയും കൂടെ പോയിട്ട് തന്നെയല്ലേ അത് വാങ്ങി? ആണ്. നീ ആണല്ലടോ സ്വന്തം മോളെ വൃത്തികെട്ട നോട്ടം നോക്കാൻ അന്യ പുരുഷന്മാർക്ക് വേഷം ധരിപ്പിച്ച് തെരുവിലിറക്കിയ നീ ആണല്ലടോ. നീ ആണല്ല. അപ്പോഴേ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ നോക്കിക്കല്ലോ മേലൊക്കെ ഞാൻ ബാപ്പനല്ലേ എന്ന്, താടിയൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയാണോ? ഇന്ന് പൊരേ പോയാൽ നിങ്ങൾക്ക് കത്തിക്കാൻ ഒരുപാട് നിങ്ങളെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടാവും, ആൺകുട്ടികളുടെ അത്ര ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് തരങ്ങൾ. നിങ്ങളെ പെൺകുട്ടിയുടെ ഡ്രസ്സ് നിങ്ങൾ മനുഷ്യത്വത്തോട് ചിന്തിക്കാൻ കത്തിക്കാനുള്ളതേ ഉണ്ടാവും, പിന്നോക്കിടാനുള്ളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളിട്ട ഡ്രസ്സായിരിക്കുമല്ലോ കോളേജ് പോകുമ്പോൾ നിങ്ങളെ മക്കൾ ഇവിടെ ഇരിക്കുന്നവരിടുക. അപ്പം നാട് നന്നാക്കാൻ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് നന്നാക്കണം. അതിനാണ് ഞാൻ പറയുന്നത്, ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക. സമ്മതിച്ചോ? ഹദീസ് സമ്മതിച്ചോ? ഇനി എന്റെ ചോദ്യം, എന്താണ് ദീൻ? നബി എന്താ പറഞ്ഞേ? സൗന്ദര്യമുള്ള പെണ്ണ് നബി എതിർത്തില്ല. കുടുംബ മഹിമയുള്ള പെണ്ണ് നബി എതിർത്തില്ല. സമ്പത്തുള്ള പെണ്ണ് നബി എതിർത്തില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മതനിഷ്ഠയുള്ള പുരുഷൻ ഫൻകിഹു അയാമ മിൻകും വസ്വാലിഹീൻ. വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം 32-ാമത്തെ വചനം. നിങ്ങൾ നിക്കാഹ് കഴിപ്പിക്കണം. ആരെ? സ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും. സ്വാലിഹീങ്ങളെ, മകനും സാലിയാണ്, മകളും സാലിയാണ്.
കല്യാണം കഴിയുന്ന ചെക്കനും നന്നാവണം, കൂട്ടിക്കൊണ്ടിരുന്ന പെണ്ണും നന്നാവണം. അള്ളാഹ് പറയാണ് ഖുർആനിൽ, അവരെ കൊണ്ടാണ് നിങ്ങൾ നിക്കാഹ് കഴിപ്പിക്കേണ്ടത്. ഇത് നമ്മൾ പാലിച്ചോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇല്ല എന്നുള്ളതാണ് സത്യം. ദീനിനെ മുൻനിർത്തി. കാരണം എന്താ? നിങ്ങൾക്ക് പ്ലാനിങ് വേണം. നിങ്ങളൊരു കട തുടങ്ങുമ്പോൾ നിങ്ങളെന്ത് നോക്കൂ? അവിടെ കച്ചവടം നടക്കുമെന്ന് നോക്കൂ. ആ കടക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കൂ. ആ കടയിൽ ഏത് കച്ചവടം വേണം നോക്കൂ. കാരണം ഭാവിയാണ്. നിങ്ങളൊരു കൃഷിയിടത്തിൽ വിത്ത് ഇറക്കുമ്പോൾ അവിടെ വിത്ത് ഇട്ടാൽ മുളയ്ക്കോ? അവിടെ വളരുമോ? ആ കൃഷിക്ക് അനുകൂലമാണോ എന്നൊക്കെ പരിശോധിച്ചിട്ടില്ല. പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്റെ മകൻ, അവന്റെ മകൻ, എനിക്ക് അഡ്രസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിന്റെ പേരും കൂടി അത്. ആ മകൻ നന്നാകണോ? ആ മകൻ ഉണ്ടാകണം. ഞാൻ വിത്തിറക്കുന്ന ഇടം നന്നാകണം. അത് സ്ത്രീയാണ്. ഒരു സംശയമുണ്ട്. സ്ത്രീകൾ നന്നായ ലോകം നന്നാവും. സ്ത്രീകൾ കേടുന്ന ലോകം കേടുവരും. സ്ത്രീ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഒരു മകൾ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ, നിങ്ങളുടെ ഒരു മകൾ, നിങ്ങളുടെ മകളുടെ മാറിടത്തിൽ ഒരുത്തൻ കൈമുട്ടുകൊണ്ട് ഇങ്ങനെ ആക്കണം. ഓള് ചിരിച്ചിങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിക്കുവോ? വല്ലാഹിയ ബസ്സിലുണ്ടായിരുന്നുള്ള കണ്ണം പൊട്ടിച്ചു കളയുന്നു. ജയിലിൽ പോയാലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു പെണ്ണിന്റെ മാറിടത്തിൽ ഇനി ഒരു ആണിങ്ങനെ തോണ്ടിയിരിക്കും. ഒരു ബാഡ് ടച്ച് 1/2 സെക്കൻഡ് കൊണ്ട് മനസ്സിലാവും അത് ബാഡ് ടച്ച് ആണ്. ഉറപ്പിച്ചോ? ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു ബാഡ് ടച്ച് ആണതെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരൊറ്റ കുത്തൊരു പുരുഷന്റെ കുത്തിട്ടിയാൽ ഓക്കറിയാം അത് വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ അയാൾ അറിയാണ്ട് പിറകോട്ട് വന്ന ആ കുത്ത് കണ്ട ഓക്കറിയാം. നേരെ മറിച്ച് ആ മിനിസറിലെ ടച്ചിങ് കണ്ട ഓക്ക് മനസ്സിലാവും ഇത് സൂക്കേട് വേറാണ്. എന്നിട്ട് ഓൾ എന്ത് ചെയ്യാണ്? അപ്പുറത്ത് സൂക്കേട് കാണിച്ചിട്ട് ഇപ്പുറത്ത് ഇത് കാണിക്കാൻ വേണ്ടി ഓള് നിന്ന് കൊടുക്കുക. ഈ അവിടെ എടുത്ത് എന്റെ അടുത്ത് എടുക്കുക, എനിക്കൊന്ന് റീച്ച് ആണോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ കുട്ടിയുടെ ഹൃദയത്തെ ഒന്ന് മുന്നിൽ കാണും. ആ ഹൃദയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിചാരിക്കും. ശരിക്കും ഒരു ബാഡ് ടച്ചിങ് നടത്തിയാൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്താ പറയുക? ഒരു തെറ്റ് കണ്ടാൽ എന്നാണ് പ്രയോഗം. കണ്ടാ അവിടെ വെച്ച് തടുക്കണം. ഒരു പെണ്ണിനൊരാണ് പിടിച്ചാൽ ഓക്കൊന്ന് തല്ലിയാൽ പോലും ഇവിടെ ആരും ഓളെ എതിർക്കില്ല. ആരും ഓളെ എതിർക്കൂല സാധാരണഗതിയിൽ. നേരെ മറിച്ച് ഓരെല്ലാം കഴിഞ്ഞ് വീഡിയോ പകർത്തി പുറേ പോയിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത് അറിയോ? നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം കല്യാണത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്.